വയനാട് പഞ്ചാരക്കൊല്ലിയിൽ മുറിവേറ്റ് ചത്ത നിലയിൽ കണ്ടെത്തിയത് നരഭോജി കടുവയെന്ന് സ്ഥിരീകരണം. മറ്റൊരു കടുവയുമായുള്ള ഏറ്റുമുട്ടലിലുണ്ടായ മുറിവെന്ന് സംശയം. പടക്കം പൊട്ടിച്ച് ആഘോഷിച്ച് നാട്ടുകാർ. കടുവയെ വെടിവെച്ചിട്ടില്ലെന്ന് ഡോക്ടർ അരുൺ സക്കറിയ. നൈറ്റ് ഒരു ഓപ്പറേഷൻസ് നടക്കുന്നു. പാലക്കാട് നെന്മാറയിൽ വീട്ടമ്മയെ കൊലപ്പെടുത്തിയ പ്രതി ജാമ്യത്തിലിറങ്ങി ഭർത്താവിനെയും അമ്മയെയും വെട്ടിക്കൊന്നു. കൊല്ലപ്പെട്ടത് പോത്തുണ്ടി സ്വദേശി സുധാകരനും അമ്മ ലക്ഷ്മിയും. പ്രതി ചെന്താമരയുടെ വധഭീഷണിയിൽ പരാതിപ്പെട്ടിട്ടും പോലീസ് അനങ്ങിയില്ലെന്ന് നാട്ടുകാർ. പാലക്കാട് ബിജെപിയിലെ പൊട്ടിത്തെറി RSS ഇടപെടലിൽ സമവായത്തിൽ. രാജിവെക്കില്ലെന്ന് വിമത ശബ്ദമുയർത്തിയ കൗൺസിലർമാർ. പ്രശാന്ത് ശിവനെ ജില്ലാ പ്രസിഡന്റാക്കുന്ന ചടങ്ങ് ആഘോഷമാക്കി ബിജെപി. കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്ന സീറ്റുകൾ രാഷ്ട്രീയകാര്യ സമിതിയിൽ VD സതീശൻ അവതരിപ്പിച്ചതോടെ പരസ്യ ചർച്ചയായതിൽ ഹൈക്കമാൻഡിന് അതൃപ്തി. കനകുലു തയ്യാറാക്കിയ തെരഞ്ഞെടുപ്പ് തന്ത്രം ചോർന്നതിൽ അമർഷം. പരസ്യമായത് സംസ്ഥാന നേതൃത്വത്തിനും KC വേണുഗോപാലിനും നൽകിയ റിപ്പോർട്ട്. രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ്. UCC പോർട്ടൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഉദ്ഘാടനം ചെയ്തു. വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം തുടങ്ങിയവയിൽ സംസ്ഥാനത്ത് എല്ലാവർക്കും ഒരേ നിയമം. മുന്നണി മാറ്റം ആവശ്യപ്പെട്ട് BDJS കോട്ടയം ജില്ലാ കമ്മിറ്റി. NDA വിട്ട് മറ്റ് സാധ്യത തേടണമെന്ന് ജില്ലാ ക്യാമ്പിൽ പ്രമേയം. BJPയിലും NDAയിലും അവഗണന നേരിടുന്നുവെന്ന് തുഷാർ വെള്ളാപ്പള്ളി പങ്കെടുത്ത യോഗത്തിൽ BDJS പ്രതിനിധികൾ. റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിൽ. റേഷൻ കടകൾ അടഞ്ഞുകിടക്കുന്നു. ഇന്നത്തെ ചർച്ച പരാജയപ്പെട്ടാൽ റേഷൻ കടകൾ പിടിച്ചെടുക്കുമെന്ന് സർക്കാർ മുന്നറിയിപ്പ്. അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നത് തടയുന്ന രാജ്യങ്ങൾക്കെതിരെ ഉപരോധവുമായി അമേരിക്ക. കൊളംബിയയിലേക്കുള്ള അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 50% നികുതി കൂട്ടി. ട്രംപിന്റെ നീക്കം കുടിയേറ്റക്കാരുമായുള്ള അമേരിക്കൻ വിമാനത്തിന് കൊളംബിയ അനുമതി നിഷേധിച്ചതിന് പിന്നാലെ. കഴിഞ്ഞ 3 ദിവസമായി വയനാട് പഞ്ചാരക്കൊല്ലിയെ വിറപ്പിച്ച നരഭോജി കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി. വനം വകുപ്പ് ദൗത്യ സംഘം നടത്തിയ തെരച്ചിലിലാണ് കടുവയുടെ ജഡം കണ്ടെത്തിയത്. കാടിനുള്ളിൽ മറ്റൊരു കടുവയുമായുള്ള പോരിലേറ്റ മുറിവാകാം മരണകാരണമെന്നാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വയനാട് പഞ്ചാരക്കൊല്ലി നിവാസികൾക്ക് ആശ്വാസമായിരിക്കുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. പാലക്കാട് നെന്മാറയിൽ ഇരട്ട കൊലപാതകം. ജാമ്യത്തിലിറങ്ങിയ പ്രതി അയൽവാസികളായ ഗൃഹനാഥനെയും അമ്മയെയും വെട്ടിക്കൊന്നു. സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. സുധാകരന്റെ ഭാര്യയെ കൊന്ന കേസിലെ പ്രതിയാണ് ആക്രമണം നടത്തിയ ചെന്താമരൻ. പ്രതിക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. നാട്ടുകാർ പറയുന്നതനുസരിച്ച് ചെന്താമരൻ ഒരു കൊടും ക്രിമിനലാണ്. നേരത്തെ വീട്ടമ്മയെ കൊലപ്പെടുത്തിയ ആളാണ്. ആ വീട്ടമ്മയുടെ ഭർത്താവിനെയും അമ്മയെയുമാണ് ഇന്ന് വെട്ടിക്കൊലപ്പെടുത്തിയത്. നാട്ടുകാരുടെ പ്രതികരണം കേൾക്കാം. പോലീസ്, DYSP ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 20 ടീമായിട്ട് നാട്ടുകാരും പോലീസ് സേനയും ഒന്നിച്ച് മലനിരയെ ഉൾപ്പെടെ അന്വേഷിക്കുകയാണ്. ഏറ്റവും അടുത്ത നിമിഷങ്ങളിൽ ഒന്നുകിൽ അവനെ ജീവനോടെ കൈപ്പിടിക്കാൻ വേണ്ടി കഴിയും, അതല്ലെങ്കിൽ സ്വയം വിധി നിർണയിച്ച് അവൻ സ്വയം വിധി നിർണയിച്ച് പോവുകയാണെങ്കിലും പോകാം. പിടിക്കാതിരിക്കില്ല. കൂടുതൽ വിവരങ്ങളുമായി ഐഷത്തുൽ ഷംന ചേരുകയാണ്. ഷംന, ഈ പ്രതി എവിടെയുണ്ട് എന്നുള്ള വിവരം ഇപ്പോൾ കിട്ടിയിട്ടുണ്ടല്ലോ. പോലീസ് ഇപ്പോൾ അങ്ങോട്ട് തിരിച്ചിരിക്കുകയാണല്ലോ. എന്താണ് ഈ കൊലപാതകത്തിന് പിന്നിൽ? എന്താണ് നാട്ടുകാർ പറയുന്നത്? തന്നെ ഈ ചെന്താമരയുടെ ഭാര്യയുമായി ചെറിയ പിണക്കങ്ങൾ ഉണ്ടായിരുന്നു. ഭാര്യ പിണങ്ങിപ്പോയിരുന്നു. അതിന് കാരണം ഈ ഇന്ന് കൊലപ്പെടുത്തിയ ഈ സുധാകരനും ഇയാളുടെ ഭാര്യ സജിതയുമാണ് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു. അല്ലെങ്കിൽ അത്തരം ഒരു സംശയത്തിന്റെ പേരിലാണ് നേരത്തെ 2019 സുധാകരന്റെ ഭാര്യ സജിതയെ ഈ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം 2019 തന്നെ പോലീസ് പ്രതിയെ പിടികൂടുന്നു. ഇയാൾ ജയിലിൽ പോകുന്നു.
അത് കഴിഞ്ഞ മാസമാണ്, അല്ലെങ്കിൽ 2 മാസം മുൻപാണ് ഈ പ്രതി ജാമ്യത്തിൽ ഇറങ്ങുന്നത്. ഇപ്പോഴും ആ ഒരു വൈരാഗ്യം, ഭാര്യയുമായി പിണങ്ങാനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഭാര്യ പിണങ്ങി പോകാനുള്ള ഒരു കാരണം സുധാകരന്റെ കുടുംബമാണെന്ന ഒരു സംശയം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വ്യക്തി വൈരാഗ്യമാണ് വീണ്ടും ഈ ഒരു കൊലപാതകത്തിലേക്ക്, ഇത്തരത്തിലുള്ള ഒരു നാടിനെ നടക്കുന്ന ഒരു സംഭവത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി ചെന്താമര വീട്ടിലെത്തി സുധാകരനെ വെട്ടിക്കൊല്ലുകയായിരുന്നു. അത് കണ്ട് ഈ സുധാകരന്റെ അമ്മ ലക്ഷ്മി, 76 വയസ്സുള്ള ഈ അമ്മയെ നിലവിളിച്ച് ഓടുന്നതിനിടെയാണ് ഈ അമ്മയെ പ്രതി വെട്ടിക്കൊലപ്പെടുത്തുന്നത്. എന്തായാലും പ്രതി ഇപ്പോൾ നെല്ലിയാമ്പതി മലനിരകളിലേക്ക് കയറിയെന്നാണ് സൂചന. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 20 സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം നടക്കുന്നത്. ഈ മലനിരകളുടെ അടുത്ത് പ്രതിയിലേക്ക് എത്താറായിട്ടുണ്ട് പോലീസ്. അല്പസമയത്തിനകം തന്നെ ഉടൻ തന്നെ പ്രതിയെ പിടികൂടാനാകും. അത് ജീവനോടെയോ അല്ലാതെയോ പ്രതിയെ പിടികൂടുമെന്നാണ് നേരത്തെ MLA അടക്കം നമ്മോട് സൂചിപ്പിച്ചതും. എന്തായാലും പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അതേസമയം ഈ പ്രതി നേരത്തെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണ്, മാനസിക രോഗിയാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ വെറും ക്രിമിനൽ ചിന്താഗതി മാത്രം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരാളാണ്. ഈ ഒരു സംശയ രോഗത്തിനെ തുടർന്ന് ഒരാളെ, ഈ സജിത എന്ന സുധാകരന്റെ ഭാര്യയെ കുത്തി കൊല്ലുന്നു. അതിനുശേഷം അത് വളരെ ക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു. കഴുത്തറുത്താണ് കൊലപ്പെടുത്തിയത്. എന്നിട്ട് അന്ന് മുതൽ തന്നെ ഈ പ്രതിയെ ഇനി ഈ കോളനിയിലേക്ക് കയറ്റില്ല, അല്ലെങ്കിൽ തങ്ങളുടെ ഈ പ്രദേശത്തേക്ക് അടുപ്പിക്കില്ല, ഈ പ്രതിയിൽ നിന്ന് തങ്ങൾക്ക് സുരക്ഷിതത്വം വേണമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നാട്ടുകാരടക്കം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഒപ്പം തന്നെ ഈ പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയ ഒരു സമയത്ത് നേരത്തെ മറ്റൊരു കുടുംബത്തിന് നേരെയും ഈ പ്രതി ചിന്താമര ഈ മറ്റു കുടുംബങ്ങൾക്ക് നേരെയും ഇത്തരത്തിൽ വധഭീഷണി മുഴക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക്, അല്ലെങ്കിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർക്ക് ഈ നാട്ടുകാർ പരാതി എഴുതി നൽകിയിരുന്നു. ഈ പ്രതി കൃത്യമായ ഒരു ക്രിമിനൽ ചിന്താഗതിയുള്ള ആളാണ്, ഇയാളിൽ നിന്ന് തങ്ങൾക്ക് സുരക്ഷിതത്വം വേണം, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ തങ്ങളുടെ കോളനിയിൽ വേണ്ട എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നാട്ടുകാർ പരാതി നൽകിയിരുന്നു. എന്നാൽ അതിൽ കൃത്യമായ ഒരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അന്ന് തന്നെ ഒരു സുരക്ഷിതത്വം ഒരുക്കിയിരുന്നെങ്കിൽ ഇന്ന് നാടിനെ നടക്കുന്ന 2 കൊലപാതകങ്ങൾ സംഭവിക്കില്ലായിരുന്നു എന്നാണ് നാട്ടുകാർ ശരി ഷംന, നാട്ടുകാർ പലരും ഇക്കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിരുന്നു. നാട്ടുകാർ പറയുന്നത് ചെന്താമര എന്നയാൾ വിചിത്ര സ്വഭാവമുള്ളയാളാണ്, ഈ കുടുംബത്തോട് വൈരാഗ്യം ഉണ്ടായിരുന്നു, ഇക്കാര്യം നാട്ടുകാർക്കും അറിയാമായിരുന്നു, പോലീസിനോട് ഇക്കാര്യം പറഞ്ഞതാണ്, പക്ഷേ പോലീസ് കൃത്യമായി ഇടപെടൽ നടത്തിയില്ല, അതിനാലാണ് 2 ജീവനുകൾ കൂടി നഷ്ടമായത്. പാലക്കാട് നെന്മാറയിലെ പോത്തുണ്ടിയിലാണ് നാടിനെ നടുക്കിയ ഈ സംഭവം ഉണ്ടായത്. മറ്റൊരു വാർത്തയിലേക്ക്. പാലക്കാട് BJPയിലെ പൊട്ടിത്തെറിക്ക് താൽക്കാലിക പരിഹാരമായി RSS നേതൃത്വം ഇടപെട്ടതോടെ കൗൺസിലർമാരുടെ രാജി ഒഴിവായിരിക്കുകയാണ്. പ്രശാന്ത് ശിവനെ ജില്ലാ പ്രസിഡന്റായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ നിന്ന് പക്ഷേ വിമതർ വിട്ടുനിന്നു. വിമത കൗൺസിലർമാർ യോഗം ചേർന്ന് തുടർ നടപടികൾ തീരുമാനിക്കും. പാലക്കാട് നഗരസഭാ ഭരണം കൈവിടുമെന്ന സാഹചര്യത്തിലാണ് RSS നേതൃത്വം ഇടപെട്ടത്. അനുനയ നീക്കത്തിനൊടുവിൽ സമവായത്തിലെത്തിയ വിമതർ രാജിയിൽ നിന്ന് പിന്മാറി. നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിക്കാനും ധാരണയായി. പ്രശാന്ത് ശിവനെ ജില്ലാ പ്രസിഡന്റായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് വിമതർ അറിയിച്ചെങ്കിലും ചടങ്ങിനെത്തിയില്ല. വിമത സ്വരമുയർത്തിയ കൗൺസിലർമാർ യോഗം ചേർന്ന് തുടർ നടപടികൾ സ്വീകരിക്കും. ജില്ലാ പ്രസിഡന്റ് പട്ടിക കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചതാണെന്നും ഇതിനെതിരെ സംസാരിക്കാൻ ആർക്കും ആകില്ലെന്നുമായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം. നമുക്ക് വളരെ ഇൻക്ലൂസീവായിട്ടുള്ള ഒരു സംഘടനാ തെരഞ്ഞെടുപ്പാണ് ഞങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഒരസ്വാരസ്യവും എവിടെയുമില്ല. ചില ആളുകൾ ഇന്നലെ കുറേ വാർത്തകളൊക്കെ പുറത്തു വന്നതൊഴിച്ചാൽ 27 സ്ഥലങ്ങളിൽ എല്ലാം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാവുമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു. BJP പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോൾ സ്ത്രീകൾക്ക്, യുവാക്കൾക്ക്, മതന്യൂനപക്ഷങ്ങൾക്കൊക്കെ കൂടുതൽ അവസരങ്ങൾ കൊടുക്കുമ്പോൾ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാവും. പാലക്കാട് BJPയിലെ ഭിന്നതയിൽ പ്രതികരിക്കാൻ ശോഭാ സുരേന്ദ്രൻ തയ്യാറായില്ല. സംഘടനാ ചർച്ചയുടെ ഭാഗമായി പാലക്കാട് പോയിട്ടില്ലെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ഞാൻ ഒരു സംഘടനാ ചർച്ചയുടെ ഭാഗമായിട്ടും പാലക്കാട് ജില്ലയിലേക്ക് പോയിട്ടില്ല. ചില ആളുകൾ എന്നെ വ്യക്തിഹത്യ നടത്താൻ വേണ്ടിയിട്ട് പാലക്കാടുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട്, ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളോടുള്ള എൻ്റെ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസവും നിങ്ങളോട് പറഞ്ഞിരുന്നു, നമുക്ക് വേണ്ടത് കേരളത്തിന്റെ മാറ്റമാണ്. ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എല്ലാവരും സംതൃപ്തരാണെന്നായിരുന്നു KS രാധാകൃഷ്ണന്റെ പ്രതികരണം. BJPയെ ശക്തിപ്പെടുത്തുന്നതാണ് പുതിയ മാറ്റമെന്നായിരുന്നു നേരത്തെ PK കൃഷ്ണദാസ് പ്രതികരിച്ചത്. ഞങ്ങൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങളുടെ ലക്ഷ്യം അടുത്തു വരുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പും അതിനുശേഷം വരുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പും
അത് ഞങ്ങൾ അത്ഭുതകരമായ തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കും. അതിൻ്റെ മുന്നോടിയായിട്ടാണ് പുതിയ സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. ഏതായാലും പാർട്ടിയെ ശക്തിപ്പെടുത്താനാണ് ഈ തെരഞ്ഞെടുപ്പ്. യുവ നേതാവിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതാണ് വൻ പൊട്ടിത്തെറിയിലേക്ക് നയിച്ചത്. 9 കൗൺസിലർമാർ രാജ്യഭീഷണി മുഴക്കിയതോടെ നഗരസഭാ ഭരണം നഷ്ടപ്പെടുമെന്ന സാഹചര്യമായിരുന്നു. RSS ഇടപെടലിൽ താൽക്കാലിക പരിഹാരമായെങ്കിലും ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ കാക്കുകയാണ് വിമതരെന്നാണ് സൂചന. വിമത കൗൺസിലർമാരുടെ യോഗത്തിൽ ഭാവി പരിപാടികൾ സംബന്ധിച്ച് കൂടുതൽ തീരുമാനങ്ങളുണ്ടാകും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. NDA വിടണമെന്ന് BDJS കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ പ്രമേയം. പാർട്ടി അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയുടെ സാന്നിധ്യത്തിലാണ് പ്രമേയം പാസാക്കിയത്. UDF പ്രവേശനത്തിന് ഒരുങ്ങുകയാണ് BDJS എന്നാണ് സൂചന. അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ പാർട്ടിയെ നമുക്ക് നാളുകളിൽ വളർത്താൻ കഴിയൂ. അതിന് വലിയ സംവിധാനങ്ങളുണ്ട്. LDF ഉണ്ട്, UDF ഉണ്ട്. അവരെ രണ്ടു കൂട്ടരും നമ്മളെ എടുക്കുവാൻ തയ്യാറാണ്. കോട്ടയത്ത് ചേർന്ന ലീഡേഴ്സ് മീറ്റിലാണ് പ്രമേയം. പാർട്ടി അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയുടെ സാന്നിധ്യത്തിൽ ജില്ലാ പ്രസിഡന്റ് MP സെന്നാണ് പ്രമേയം അവതരിപ്പിച്ചത്. വർഷങ്ങളായി BJPയിൽ നിന്ന് കടുത്ത അവഗണനയാണ് ഉള്ളതെന്ന് കോട്ടയം ജില്ലാ കമ്മിറ്റി വിമർശിക്കുന്നു. മുന്നണി വിട്ട് മറ്റ് സാധ്യതകൾ തേടണം. ഇതിനായി തുഷാർ വെള്ളാപ്പള്ളിയെ യോഗം ചുമതലപ്പെടുത്തി. അത് ഒരു സമ്മർദ്ദ തന്ത്രമായി ഇതിനെ കാണേണ്ടതില്ല. കാരണം BDJS രൂപീകരിച്ചിട്ട് 9 വർഷമായി BJPയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും ഒരു കരുത്തുറ്റ സഖ്യകക്ഷിയായി BDJS ഇന്നലെ വരെ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 9 വർഷക്കാലമായി BDJSന് അർഹമായിട്ടുള്ള പരിഗണനകളോ ചേർത്ത് നിർത്തലോ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ മുഖ്യ കക്ഷിയായ BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പാർട്ടിയുടെ ജില്ലയിലെ ലീഡേഴ്സ് മീറ്റിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. നേരത്തെയും UDFൽ ചേക്കേറാൻ BDJS ശ്രമം നടത്തിയിരുന്നു. എന്നാൽ കോൺഗ്രസിലെ എതിർപ്പ് മൂലം അന്ന് നടന്നില്ല. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലടക്കം BJPക്ക് വലിയ നേട്ടമുണ്ടാക്കുന്നതിൽ BDJSന് പങ്കുണ്ടെന്ന് കോൺഗ്രസും കണക്കുകൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ സാഹചര്യത്തിൽ BDJSനെ മുന്നണിയിലേക്ക് സ്വീകരിക്കാനുള്ള സാധ്യത കോൺഗ്രസും പരിശോധിക്കുന്നുണ്ട്. ഏതായാലും കോട്ടയം ജില്ലാ കമ്മിറ്റി പ്രമേയം പാസാക്കി എന്നതിനപ്പുറം തുഷാർ വെള്ളാപ്പള്ളി കൂടി പങ്കെടുത്ത യോഗം പാസാക്കിയ പ്രമേയത്തിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്. ന്യൂസ് 18 കോട്ടയം. SFI പ്രവർത്തകൻ ധീരജിന്റെ കൊലപാതകത്തിൽ നിർണായകമായ വെളിപ്പെടുത്തലുമായി യൂത്ത് കോൺഗ്രസ് മുൻ പ്രവർത്തകൻ. ധീരജിനെ കുത്തിയ കത്തി മാറ്റിയെന്ന് നിയോജകമണ്ഡലം മുൻ വൈസ് പ്രസിഡന്റായ സെബിൻ എബ്രഹാം വെളിപ്പെടുത്തി. പാർട്ടി പറഞ്ഞിട്ടാണ് കത്തി മാറ്റിയത്. ധീരജിനെ കുത്തിയ കത്തി പോലീസിന് ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല. പ്രതിപട്ടികയിലുള്ള 3 പേർക്ക് കേസുമായി ബന്ധമില്ലെന്നും സെബിന്റെ വെളിപ്പെടുത്തൽ. ഫേസ്ബുക്കിലൂടെയാണ് ഈ വെളിപ്പെടുത്തൽ സെബിൻ നടത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി TG സജിത്ത് ചേരുകയാണ്. സജിത്ത്, ധീരജിന്റെ കൊലപാതകത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രതിരോധം ഇതുവരെ ഉണ്ടായിരുന്നത് ഈ കത്തി പോലും എവിടെയാണെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലല്ലോ എന്നാണ്. അപ്പോൾ ഇത് നേരിട്ടറിയാവുന്ന ഒരാളുടെ വെളിപ്പെടുത്തൽ എന്ന രീതിയിൽ വളരെ നിർണായകമായി തന്നെ മാറുമില്ലേ ഈ കാര്യങ്ങൾ? തീർച്ചയായും മഞ്ജുഷ, ആ തരത്തിൽ അത് ചർച്ച ചെയ്യപ്പെടും. പ്രത്യേകിച്ച് സെബിൻ എബ്രഹാം ഉടുമ്പൻചോല മുൻ മണ്ഡലം പ്രസിഡന്റാണ് യൂത്ത് കോൺഗ്രസിന്റെ. താൻ സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയാണ്, ചില തുറന്നു പറച്ചിലുകൾ നടത്തുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ചില തുറന്നെഴുത്തുകൾ നടത്തുന്നത്. ഇതിൽ 4ാമത്തെ അധ്യായത്തിലായിട്ടാണ് അദ്ദേഹം ഈ ധീരജ് രാജേന്ദ്രന്റെ കൊലപാതകവും തുടർന്നുണ്ടായ നീക്കങ്ങളും സംബന്ധിച്ച വെളിപ്പെടുത്തൽ നടത്തുന്നത്. ഇതിൽ പ്രധാനമായും ഈ സെബിൻ എബ്രഹാം പറയുന്നത് കത്തി പാർട്ടി നിർദ്ദേശപ്രകാരം ഒളിപ്പിച്ചതാണ്. ആ കത്തി താൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ആ കത്തി കണ്ടെത്താൻ കഴിയാത്തതാണ് ഈ കേസിൽ ഇതുവരെയും കൃത്യമായ തെളിവുകളിലേക്ക് പോകാൻ പോലീസിന് കഴിയാത്തത്. ഇതിൽ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം കത്തി ഒളിപ്പിച്ചതാണ് എന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ സെബിൻ എബ്രഹാം നടത്തുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കത്തിയുമായി നടക്കാറുണ്ട്, താനും നടന്നിട്ടുണ്ട്, തനിക്കതിൽ കുറ്റബോധമുണ്ട്, ഇക്കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാണ്. ഒപ്പം തന്നെ പോലീസിന്റെ പ്രതിപട്ടികയിൽ ഇപ്പോഴുള്ള 3 പേരും തെറ്റുകാരല്ല, യഥാർത്ഥ പ്രതികൾ ഒളിവിലാണ്. അവർക്ക് പകരം മറ്റു ചിലരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. ഇതിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രതിപട്ടികയിൽ ഉണ്ട് എന്ന് തന്നെയാണ് സെബിൻ എബ്രഹാം പറയുന്നത്. എന്തായാലും ഈ സെബിൻ എബ്രഹാമിന്റെ തുറന്നെഴുത്തുകൾ സ്വാഭാവികമായും വലിയ ചർച്ചയ്ക്ക് ഇടവയ്ക്കും. കാരണം ഈ ധീരജ് രാജേന്ദ്രന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രധാന പ്രതികളിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കോൺഗ്രസ് അവരെ സംരക്ഷിച്ചു എന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉള്ളതാണ്. ഇതിൽ പ്രധാന പ്രതികളായ വ്യക്തികളൊക്കെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് പരിപാടികളിലടക്കം പങ്കെടുത്തത് നേരത്തെ വിവാദമാവുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഈ തുറന്ന് എഴുത്ത് സെബിൻ എബ്രഹാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ ചർച്ചയാവുന്നത്. എന്തായാലും ഇതിന്റെ തുടർ പ്രതികരണങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമായി നടക്കുകയാണ്.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്ന സീറ്റുകളെക്കുറിച്ച് രാഷ്ട്രീയകാര്യ സമിതിയിൽ പരസ്യ ചർച്ച നടന്നതിൽ ഹൈക്കമാൻഡിന് അതൃപ്തി. 4-അംഗ സമിതി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ പരസ്യ ചർച്ചയ്ക്ക് വഴി തുറന്നതിലാണ് വിമർശനമുയർന്നിരിക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തിന്റെ ഭരണം തിരിച്ചുപിടിക്കാൻ 5000-ൽ താഴെ വോട്ടുകൾക്ക് UDF പരാജയപ്പെട്ട മണ്ഡലങ്ങൾ ലക്ഷ്യം വെക്കാനായിരുന്നു കനകലുവിന്റെ റിപ്പോർട്ടിലെ പ്രധാന പരാമർശം. ഇത് സംബന്ധിച്ച പ്രാഥമിക വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനും ഇതിന്റെ പകർപ്പ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനും അദ്ദേഹം കൈമാറിയിരുന്നു. 16 സീറ്റുകൾക്ക് പുറമെ നേരിയ മാർജിനിൽ പരാജയപ്പെട്ട 43 സീറ്റുകൾ കൂടി കേന്ദ്രീകരിച്ച് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും പരാമർശമുണ്ടായിരുന്നതായാണ് സൂചന. ഭരണവിരുദ്ധ വികാരം വിഭജിക്കപ്പെട്ടതാണ് പിണറായി വിജയൻ സർക്കാരിന്റെ തുടർ ഭരണത്തിന് വഴിയൊരുക്കിയതെന്നാണ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനകലുവിന്റെ കണ്ടെത്തൽ. ഈ സാഹചര്യം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള നടപടികളും കനകലുവിന്റെ റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് വിവരം. അതേസമയം പ്രാഥമിക റിപ്പോർട്ടിലെ ഈ വിശദാംശങ്ങൾ രാഷ്ട്രീയകാര്യ സമിതിയിൽ പരസ്യ ചർച്ചയ്ക്ക് വഴി തുറന്നതിലാണ് ഹൈക്കമാൻഡിന് അതൃപ്തി. എന്നാൽ രാഷ്ട്രീയകാര്യ സമിതിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനുമായി തർക്കമുണ്ടായെന്ന വാർത്ത KC വേണുഗോപാലിന്റെ വിശ്വസ്തനായ AP അനിൽകുമാർ നിഷേധിച്ചു. രാഷ്ട്രീയകാര്യ സമിതിയിൽ ഒരു തർക്കമുണ്ടായി. ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വന്നു എന്നുള്ളത് കോൺഗ്രസിന്റെ ഔദ്യോഗികമായ നേതൃത്വം ആരോ പറഞ്ഞതല്ല, മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതി കൂട്ടുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തകനെയും അകത്ത് കയറ്റിയിട്ടില്ല. പക്ഷേ അടുത്ത ദിവസം വാർത്ത വന്നതോ ഒരുപാട് വാർത്തകൾ വന്നു. അതുമായി ബന്ധപ്പെട്ട് KPC പ്രസിഡന്റ് ഒറ്റ വാചകത്തിലാണെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞാണ്. അതിനകത്ത് ഉണ്ടായിട്ടുള്ള ബാക്കിയുള്ള എല്ലാം നിങ്ങളുടെ ഭാവനാ സൃഷ്ടിയാണ്, മാധ്യമങ്ങളുടെ ഭാവനാ സൃഷ്ടിയാണ്. ഒരു പഴഞ്ചൊല്ലുണ്ട്, സത്യം വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുമ്പോഴേക്കും നുണ നാട് ചുറ്റിക്കറങ്ങി വീട്ടിലെത്തിയിട്ടുണ്ടാവുന്നു. യഥാർത്ഥത്തിൽ രാഷ്ട്രീയകാര്യ സമിതിയുടെ കാര്യത്തിൽ സംഭവിച്ചതാണ്. അതിനപ്പുറത്ത് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയകാര്യ സമിതിയിലെ ചർച്ചകളുടെ വിശദാംശങ്ങൾ പുറത്തായതിനു പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ 100 സീറ്റുമായി LDF സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്ന് പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇതോടെയാണ് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ചോർന്നതിനുള്ള കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ അമർഷം മറനീക്കുന്നത്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. BJPയിൽ നിന്ന് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർക്ക് പുതിയ ചുമതല നൽകി. സന്ദീപിനെ കോൺഗ്രസ് വക്താവായി KPCC നിയോഗിച്ചു. മാധ്യമ ചർച്ചകളിൽ കോൺഗ്രസ് പ്രതിനിധിയായി സന്ദീപ് വാര്യർ ഇനി പങ്കെടുക്കും. ബ്രൂവറി വിവാദത്തിനിടെ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ആലപ്പുഴയിൽ ചേരുകയാണ്. ജലദൗർലഭ്യമുള്ള പാലക്കാട് മദ്യക്കമ്പനി വരുന്നതിൽ പ്രാദേശിക നേതൃത്വത്തിന് കടുത്ത എതിർപ്പുണ്ട്. പാർട്ടി സംസ്ഥാനത്തെ നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചിരുന്നു. ജലചൂഷണം ഉറപ്പായ പദ്ധതിയിൽ CPI മന്ത്രിമാർ എതിർപ്പ് അറിയിക്കാത്തതിൽ യോഗത്തിൽ വിമർശനമുണ്ടാകും. പാലക്കാട്ടെ ബ്രൂവറിക്ക് പിന്നിൽ വലിയ അഴിമതിയുണ്ടെന്ന് രമേശ് ചെന്നിത്തല. സർക്കാർ വലിയ അഴിമതിക്ക് കളമൊരുക്കുകയായിരുന്നു. മദ്യനയത്തിൽ സർക്കാർ എന്തിനാണ് മാറ്റം വരുത്തിയതെന്ന് വ്യക്തമാക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഈ കമ്പനിയെ സഹായിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് സർക്കാർ പറയണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. എന്റെ ചോദ്യം, എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുമായി ചർച്ച നടത്തിയിട്ടാണോ മദ്യനയത്തിൽ മാറ്റം വരുത്തിയത്? അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ നയത്തിൽ മാറ്റം വരുത്തിയത്. അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നയത്തിൽ മാറ്റം വരുത്തിയത്. 2022 റിജക്ട് ചെയ്ത കമ്പനിയുമായി മന്ത്രി സംസാരിച്ചിട്ടുണ്ടോ? മന്ത്രി വ്യക്തമാക്കണം. സംസ്ഥാനത്ത് മദ്യത്തിന്റെ പുതുക്കിയ വില നിലവിൽ വന്നു. കടുത്ത ഉൽപാദന ചെലവെന്ന മദ്യക്കമ്പനികളുടെ വാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് വില കൂട്ടിയത്. വിവിധ ബ്രാൻഡുകൾക്ക് 10 രൂപ മുതൽ 50 രൂപ വരെയാണ് വില കൂട്ടിയത്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിനും ബിയറിനും വൈനിനും വില കൂടിയിട്ടുണ്ട്. മദ്യവില കൂട്ടിയതിൽ ദുരൂഹതയുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. കമ്പനികൾക്ക് കൊള്ള ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ തീരുമാനം. സുതാര്യതയില്ലാത്ത തീരുമാനം പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. റേഷൻ വ്യാപാരികളുടെ സമരത്തിൽ സംസ്ഥാനത്തെ റേഷൻ കടകളുടെ പ്രവർത്തനം സ്തംഭിച്ചിരിക്കുകയാണ്. ഭക്ഷ്യവകുപ്പ് നേരിട്ട് നടത്തുന്നവ ഉൾപ്പെടെ 200ഓളം കടകൾ മാത്രമാണ് തുറന്ന് പ്രവർത്തിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം സമരക്കാരുമായി സർക്കാർ ചർച്ച നടത്തുന്നുണ്ട്. സമരത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്ന മുന്നറിയിപ്പാണ് സർക്കാർ നൽകുന്നത്. ഉത്തരാഖണ്ഡിൽ ഇന്നു മുതൽ ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വരികയാണ്. ഇതിനെക്കുറിച്ചുള്ള ഔദ്യോഗിക പോർട്ടൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഗോവയ്ക്ക് ശേഷം ഏകീകൃത സിവിൽ കോഡ് അംഗീകരിക്കുന്ന ആദ്യ സംസ്ഥാനവുമാണ് BJP ഭരിക്കുന്ന ഉത്തരാഖണ്ഡ്.
ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ തിരിച്ചയക്കാനുള്ള നീക്കം കടുപ്പിക്കുകയാണ് അമേരിക്ക. അനധികൃതമായി കുടിയേറിയവരെ തിരികെ സ്വീകരിക്കാത്ത രാജ്യങ്ങൾക്കെതിരെ സാമ്പത്തിക ഉപരോധമടക്കമുള്ള കടുത്ത നടപടികളാണ് അമേരിക്ക പ്രഖ്യാപിക്കുന്നത്. അനധികൃത കുടിയേറ്റക്കാരുമായി അമേരിക്കയിൽ നിന്ന് വന്ന വിമാനങ്ങൾ പ്രവേശനം നൽകാതിരുന്ന കൊളംബിയ അടക്കമുള്ള രാജ്യങ്ങൾ ഇതോടെ നിലപാട് മയപ്പെടുത്തുകയാണ്. ഉപരോധത്തിൽ നിന്ന് അമേരിക്കയും പിന്നോട്ട് പോയിട്ടുണ്ട്. കൊളംബിയൻ കുടിയേറ്റക്കാരെ കുറ്റവാളികളായി കണക്കാക്കാൻ യുഎസിന് കഴിയില്ലെന്നും കുടിയേറ്റക്കാരെ വഹിച്ചുകൊണ്ടുള്ള വിമാനങ്ങൾക്ക് പ്രവേശനാനുമതി നൽകില്ലെന്നുമായിരുന്നു കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയുടെ നിലപാട്. പിന്നാലെ കൊളംബിയൻ ഉൽപ്പന്നങ്ങൾക്ക് 25% നികുതി അമേരിക്ക ഏർപ്പെടുത്തി. ഒപ്പം തന്നെ കൊളംബിയൻ പൗരന്മാർക്ക് യാത്രാവിലക്കും യുഎസിലെ കൊളംബിയൻ ഉദ്യോഗസ്ഥർക്കുള്ള വിസ റദ്ദാക്കൽ തുടങ്ങിയ കർശന നടപടിയിലേക്ക് അമേരിക്ക കടന്നതോടെയാണ് കൊളംബിയ അയഞ്ഞത്. തുടർന്നാണ് ഉപരോധങ്ങളും താരിഫുകളും യുഎസ് താൽക്കാലികമായി നിർത്തിവെച്ചതായി അറിയിച്ചത്. വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തിയ ഉടൻ ഡൊണാൾഡ് ട്രംപ് കുടിയേറ്റ പ്രശ്നത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7510, പവന് 60080. 18 ക്യാരറ്റ് ഗ്രാമിന് 6220, പവന് 49760. വെള്ളി ഗ്രാമിന് 98, കിലോയ്ക്ക് 98,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ഭവ്യ പാർവതി ചേരും.